നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സനുവിൻ്റെ ലൈവ് കണ്ടിട്ടാണ്. എൻ്റെ പൊന്ന് സനുവേ, കുറച്ചങ്ങ് ഒതുങ്ങിക്കൂടെ? സനു എന്തൊക്കെ ചീത്തകളാണ് വിളിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരാളൊരു കമൻ്റ് ഇട്ടതിന് നീ അയാളുടെ അമ്മയെ നിൻ്റെ തന്തയ്ക്ക് വെറുതെ കൊടുക്കുമെന്ന് ചോദിച്ചു. നിനക്ക് നാണമുണ്ടോ സനു? അങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? അയ്യേ, ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കാതെ ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ. നാണവും മാനവും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് കഴുപ്പ് കെട്ടൊരു പെണ്ണാണ് നീ. അങ്ങ് കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടെ? എന്തിനാ ഇങ്ങനെ കിടന്ന് ചീത്ത വിളിക്കുന്നത്? പിന്നെ നീ പറയുന്നത് കേട്ട് തനൂജയുടെ കാരണം അനുഭവിക്കുന്നത് സെമീറ, സുനിത കാസിം, വൈഗ, ആദി, പിന്നെ വേറെ രണ്ടുമൂന്നരം. ഇവരെല്ലാം സുനിത കാസിം എറണാകുളത്ത് തനൂജയെ കൊണ്ടുവന്ന് തനൂജ നല്ല രീതിയിൽ വീഡിയോ ചെയ്തും കൊണ്ട് വന്ന തനൂജയുമായിട്ട് സെമീറ ഇവരെല്ലാം കയറി അങ്ങ് അടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരേ ഭാഷകൾ അവരോടും ചോദിച്ച് ഇവരും പറഞ്ഞു കാണും അവരും പറഞ്ഞു കാണും. ഞാൻ ഒരാളെ മാത്രം പറയുന്നില്ല, രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അത് സുനിത കാസിമിൻ്റെ ചെവിയിലെത്തിച്ച് സുനിത കാസിമി ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടായി. അതിനുശേഷം ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സെമീറ തനൂജയായിട്ട് അടുത്ത്. ഈ തനൂജയായിട്ട് അടുത്തതിന് ശേഷം എത്രയോ വട്ടം ലൈവിൽ വിളിച്ച് സുനിത എന്തൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെന്താ കാണുന്നൊരു പൊട്ടരാണോ? അയ്യേ, അങ്ങനെയൊന്നും പറയരുത്. നീ ഇപ്പോൾ ഇവരെ ഇന്ന് എല്ലാം കാശ് മേടിച്ചിട്ടില്ലേ? ഈ വൈകിയെന്ന് പറയുന്നുള്ള ഇന്ന് കാശ് മേടിച്ചിട്ടില്ലേ നീ ഈ വീഡിയോ തനൂജയ്ക്കെതിരെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് നിനക്കെന്ത്? നീ നിൻ്റെ കാര്യം നോക്ക്. ആരെങ്കിലും വെച്ച് കൊടുത്തോട്ടെ. പിജോട് അന്തങ്ങളോ, ഇപ്പോൾ പിജോട് അന്തങ്ങൾ മാത്രമല്ലായിരിക്കും വീട് വയ്ക്കുക. ഒരാളുടെ അക്കൗണ്ട് നമ്പർ ഇടുമ്പോൾ എത്രയോ പേരിടും. ആ കുഞ്ഞിൻ്റെയും തള്ളയുടെയും മുഖം ഓർത്ത് ആരെങ്കിലും പൈസ ഇട്ട് കൊടുക്കും. അതൊന്നും കണ്ട് നീ വെള്ളം ഇറക്കിയിട്ട് കാര്യമില്ല സനുവേ. സനുവിൻ്റെ കാര്യം നോക്ക്. എന്തിനാ വെറുതെ കടന്ന് ഈ ചീത്ത വിളിക്കുന്നത്? നിനക്ക് വല്ലതും കിട്ടൂ? നീ ഈ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടല്ലേ ജീവിക്കുന്നത്. തനൂജായും അതേപോലെ ഈ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ വഴിക്ക് പോവും. അല്ലാതെ വെറുതെ കടന്ന് അവരെ പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞിട്ട് നിനക്ക് എന്തോ കാര്യം കിട്ടാനാ? പറഞ്ഞു പോവാനേ പറ്റൂ. നീ ചുമ്മാ ഇരുന്ന് ഈ ലൈവ് നിനക്ക് തട്ടുകട ഉണ്ടെന്ന് പറയുന്നല്ലോ. തട്ടുകടയുള്ളവരൊക്കെ നൈറ്റ് കച്ചവടം കഴിഞ്ഞാൽ പകൽ കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും അവർ ഉച്ച തൊട്ട് അവരെ പണിയിൽ ഇറങ്ങും. ഞാൻ നോക്കുമ്പോഴൊക്കെ നീ 1, 2, 3 ലൈവ് രാത്രി 9 മണിക്കുമൊക്കെ ലൈവ് ഇടുന്ന കാണാം. അയ്യേ, ഞങ്ങളിവിടെ നാട്ടുകളിൽ ഞാൻ എത്രയോ വട്ടം ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ പാറശാല കളിക്കവിള പാറശാല വഴി പോയി ഞങ്ങൾ രാത്രിയൊക്കെ എത്രയോ തട്ടുകടയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ പകൽ വന്നിരുന്ന് ഇങ്ങനെ ലൈവിൽ ചീത്ത വിളിക്കുവാണ്. അങ്ങനെയൊന്നും ആരെയും കയറി ചീത്ത വിളിക്കരുത്. ചീത്ത വിളിക്കുന്നതിന് കുറച്ച് മാന്യതയുണ്ട്. വിളിക്കത്തില്ലെന്ന് ഞാനും പറയുന്നില്ല. ഞാനും ആവശ്യത്തിന് വിളിക്കും. ആവശ്യത്തിൽ കടന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ പലതും പറയും. പിന്നെ നീ ഒരു 5-6 ദിവസത്തിന് മുമ്പ് നീ പറഞ്ഞ് തനൂജയുടെ അമ്മയുടെ വീട് തനൂജയ്ക്ക് എഴുതി കൊടുക്കുമെന്ന്. നീ പെണ്ണാണെങ്കിൽ തനൂജയുടെ അമ്മയുടെ വീടും വസ്തുവും തനൂജയുടെയും മോളെ പേർക്ക് എഴുതി കൊടുക്കണം 1 മാസത്തിനകം. പെണ്ണാണെങ്കിൽ എന്നാൽ ഞങ്ങൾ നിന്നെ പെണ്ണാന്ന് കരുതും. അല്ലെങ്കിൽ നീ പറയുന്നത് എന്താണെന്ന് ഞാൻ പിന്നെ തിരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഇത്തിരിയെങ്കിലും നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ തനൂജയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ വസ്തു മേടിച്ച് തനൂജയുടെ പേർക്ക് എഴുതി കൊടുക്കണം കേട്ടോ. അല്ലാത്ത വിധം എന്തോ പറയാനാ നിൻ്റെ അടുത്ത്? പറയുന്നവർ നാണം കിടത്തേ ഉള്ളൂ. പ്രായം ചെന്ന സ്ത്രീകളെ ചീത്ത വിളിക്കുക അതൊക്കെ നാണമില്ലേ? നിൻ്റെ അമ്മയുടെ പ്രായമില്ലേ തനൂജയുടെ അമ്മ? അവരെയൊക്കെ ചീത്ത വിളിക്കുന്നതിന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഇപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. അത് ഞാൻ ആരുടെ നമ്പരാന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളൊക്കെ വിളിച്ചിട്ട് ഹലോ ആരാ, അവർ ഇന്ന ആളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്പർ മാറിയെന്ന് പറഞ്ഞാൽ അന്ന് ഇത് നിങ്ങൾ വിളിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോൺ കട്ടി. ആദ്യം അവർ നിന്നെ തിരിച്ച് വിളിച്ചിട്ട് അങ്ങനെയൊന്നുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കരുത്. ഇന്നലെ സെമീറ വിളിച്ചെന്ന് പറയുന്നത് കേട്ടു. സെമീറക്കൊക്കെ നാണമില്ലേ? സെമീറൊക്കെ കുറച്ചങ്ങ് ഒതുങ്ങ്. എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ വേണ്ടിയില്ല. ഈ തനൂജ വേറൊരു സ്ഥലത്ത്, നീ കളിയിക്ക വിളയിൽ, തനൂജ തിരുവനന്തപുരക്കാരി, സെമീറ ഏതോ ഒരു അടുത്തുള്ളവളാന്ന് പറഞ്ഞത്, സുനിത കാസിം കൊച്ചിയിലുള്ളത്, ആദി എവിടെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല, മറ്റവൾ ഏതോ ഗുജറാത്തിലോ എവിടെ കിടക്കുന്നു, വൈഗ. ഈ ഫോണിലൂടെയുള്ള പരിചയം തന്നെയല്ല, അല്ലാതെ വേറോടുള്ള പരിചയമൊന്നും അല്ലല്ലോ. പിന്നെ സെമീറ അവളെ വീട്ടിൽ വരുന്ന കണ്ട് തനൂജയുടെ. ഈ സെമീറ വന്നപ്പോഴേ തനൂജയെ വേണം അടിക്കാൻ. സെമീറയെ കയറ്റരുതായിരുന്നു.
വന്ന് ആ കൊച്ചുമായിട്ട് കടപ്പുറത്ത് കിടന്നൊക്കെ വെള്ളത്തിനകത്തിട്ടങ്ങ് മറിയുന്ന കണ്ടത്. എന്നിട്ട് അവൾ ഇപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ എന്തൊക്കെ ഭാഷകളാണ് പറയുന്നത്. അവൾക്കും 2 മക്കളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അവൾ മക്കളെ വളർത്തി ശീലിച്ചില്ല. അവളെ ഭർത്താവിന് വിട്ടു കൊടുത്തിട്ട് അവൾ വേറൊരാളവിടെ പോയില്ലേ. അതുകൊണ്ട് അവൾക്ക് മക്കളെ വില അറിയത്തില്ല. മക്കളെ വില അറിയണമെങ്കിലേ നല്ല കണക്ക് അവരുടെ നമ്മൾ ശ്രമിച്ച് നോക്കണം. എന്നാലേ ആ മക്കളെ വില അറിയത്തുള്ളൂ. ആ കുഞ്ഞിനെ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? തള്ളേ പറ. ചുമ്മാ ഇരുന്ന് ആ കൊച്ചിനെ എടുത്ത് ചിലയ്ക്കുന്നതിന് എന്തെങ്കിലും ഒരു ലൈവിൽ വീഡിയോയിലോ തനൂജ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെ പറയുന്ന ഭാഷ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം തനൂജയെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്താം. നീ കാണിച്ചതാ. എന്തിനാ വെറുതെ കടന്ന് ഒരു ഫിജോയെ കടന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഫിജോ കയറി ഗ്രൂപ്പിനകത്ത് എപ്പോഴും ഇരിക്കുമല്ലോ. അവരവരുടെ ബിസിനസ്സായിട്ട് പോകുന്നത്. അവരവരുടെ കാര്യം നോക്കി പറഞ്ഞു. പിന്നെ വല്ലപ്പോഴും ആ ചേച്ചി കയറുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും അപാരം പൊന്ന്, എൻ്റെ പൊന്ന് സനുവിൻ്റെ കാല് പിടിക്കുക. ഇനിയെങ്കിലും നീ ചീത്ത വിളിക്കാതിരിക്കുക. ചീത്ത വിളിക്കാൻ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. കുറച്ചങ്ങ് ഒതുങ്ങി ജീവിക്കും നീ. ഒരു പെണ്ണാണെന്നും പറഞ്ഞ് പിന്നെ പറയാം, കണ്ടാൽ പെണ്ണിൻ്റെ രൂപമെന്നേ ഉള്ളൂ. ആണും പെണ്ണും കെട്ടൊരു വെറുതെ രൂപമാണ് നിൻ്റെ. അതുകൊണ്ടാണ് നീ വന്നിരുന്നൊരു പിന്നെ കയ്യും കാലും ഇല്ലാത്തൊരു ഉടുപ്പ് ഇട്ട് ചുമ്മാ കൈ പൊക്കി കാണിച്ച് വീഡിയോ ചെയ്യുന്നത്. അത് നിനക്കൊരു രസം. നിൻ്റെ കൊഞ്ചിക്കുഴയിൽ കാണാൻ അതിനകത്ത് വേറെ ആൾക്കാർ കാണും. ഞങ്ങളെ കണക്കുള്ളവരൊന്നും വരത്തില്ല കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞ് അങ്ങ് നിർത്തുക.